കുറച്ചൊന്ന് ആശങ്കപ്പെടുത്തുന്ന ഒരു സർവേ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം കാണാൻ ഇടയായി. നബാർഡിന്റേതാണ്. കടക്കെണിയിൽ മലയാളി മുന്നിലാണ്. എന്നുവെച്ചാൽ രാജ്യത്തൊട്ടാകെയുള്ള 1,00,000 കുടുംബങ്ങളിൽ നബാർഡ് ഒരു സർവേ നടത്തിയപ്പോൾ ഒരു സ്ഥിര നിക്ഷേപം അല്ലെങ്കിൽ ഒരു സമ്പാദ്യം ഒന്നുമില്ലാത്ത കാര്യത്തിൽ നമ്മുടെ മലയാളി കുടുംബങ്ങൾ 65% നിൽക്കുന്നത്. 15% പേര് ഒരു സേഫ് സോൺ എന്ന് നമ്മൾ പറയുന്ന ഒരു വിഭാഗത്തിൽ പെടുന്നു. അത് രണ്ടാം സ്ഥാനം ഗോവയ്ക്കാണ് 29%. പക്ഷെ ഏറ്റവും കൂടുതൽ സേഫ് സോണിൽ നിൽക്കുന്ന സംസ്ഥാനങ്ങളുടെ കാര്യം പറയുമ്പോൾ അത് ജാർഖണ്ഡ് ഒക്കെയാണ് മുന്നിൽ വരുന്നത്. പക്ഷെ കേരളം എന്തുകൊണ്ട് അങ്ങനെ തന്നെ നോക്കുമ്പോൾ നബാർഡിന്റെ ഒരു സർവേ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടു, കാർഷിക വരുമാനത്തിൽ കേരളം മുന്നിലാണ്, 3-ാം സ്ഥാനത്തുണ്ട് എന്നുള്ളത്. പക്ഷെ കാർഷിക കുടുംബങ്ങളിലാണ്, നമ്മൾ നേരത്തെ പറഞ്ഞ സർവേ പ്രകാരം കാർഷിക കുടുംബങ്ങളാണ് കാർഷികേതര കുടുംബങ്ങളെക്കാൾ കടക്കണിയിൽ നിൽക്കുന്നത്. ഇനി രണ്ട് സർവേ റിപ്പോർട്ടുകൾ നോക്കുമ്പോൾ കുറച്ച് കോൺട്രഡിക്ടറി ആയി തോന്നി എന്തായാലും. പക്ഷെ നമ്മുടെ സ്ഥിതി ഒട്ടും സേഫ് അല്ല. സംസ്ഥാന സർക്കാരിന്റെ ഒരു നേരിട്ടുള്ള ഒരു ഉദാഹരണം തന്നെയാണ് നമ്മുടെ മലയാളികളുടെ സമ്പാദ്യ കാര്യത്തിൽ ഉള്ളത് എന്നുള്ളത്. സാർ എങ്ങനെയാണ് അത് വിലയിരുത്തുന്നത്? ഇതിൽ രണ്ട് കാര്യങ്ങളുണ്ട് ലക്ഷ്മി. ഇതിൽ ഒന്ന് സേവിങ്സിനെ പറ്റിയാണ് നബാർഡിന്റെ റിപ്പോർട്ട് വായിക്കുന്നത്. ഞാനിപ്പോൾ അതേ റിപ്പോർട്ട് ഇംഗ്ലീഷിൽ വായിക്കുകയായിരുന്നു, നബാർഡിന്റെ റിപ്പോർട്ടിൽ. അതിലവർ പറഞ്ഞ സേവിങ്സിൽ കേരളം ലോവസ്റ്റ് ആണ്. അപ്പൊ അതിന് കാരണം എന്താണ്? സേവിങ്സ് ഇല്ല, ഡെറ്റ് കൂടുതലാണ്. അതിൻ്റെ അർത്ഥം നമ്മുടെ നാട്ടിലാണല്ലോ ആദ്യമായിട്ട് ഈ ഗോൾഡ് ലോൺ കമ്പനികൾ തുടങ്ങിയത്. അതിൽ തന്നെ നമുക്കറിയാം, ഈ ഗോൾഡ് ലോൺ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കമ്പനികളിൽ ഇപ്പോഴും ഇന്ത്യയിലെ നമ്പർ 1, 2, 3 എന്ന് പറഞ്ഞാൽ എല്ലാം കേരളത്തിലെ കമ്പനികളാണ്. അപ്പൊ അതാണ് കാണുന്നത് ഡെറ്റ്. അപ്പൊ ഞാൻ ഈ സർവേയുടെ റിപ്പോർട്ടിൽ തന്നെ ഇതിന് നമ്പർ കാണുന്നുണ്ട്. ക്ലിയർ ആയിട്ട് ഇവർ പറഞ്ഞിരിക്കുന്നത് ഒരു കേരളത്തിലുള്ള ടോപ്സ് ഇൻ ദ ഹൗസ് ഹോൾഡ് ഡെറ്റ്. അതിൻ്റെ അർത്ഥം ഒരു വീടിന് താങ്ങാൻ പറ്റണത്ര നമ്മൾ ഈ പറഞ്ഞ ലോണോ ചിട്ടിയോ എന്തെങ്കിലും പിടിച്ചെടുക്കുന്ന കാശിൽ കേരളമാണ് ഈ യൂണിയൻ ടെറിട്ടറീസിന്റെ കൂടെ, ഈ പറഞ്ഞ ഗോവയുടെ കൂടെ കേരളമാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ നാഷണൽ ലെവലിൽ നോക്കുമ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ 66% ഹൗസ് ഹോൾഡ്സ് നേഷൻ വൈഡ്, ഐ മീൻ ഭാരതദേശിൽ ഒരു ആവറേജ് 66% വീടുകൾ, ഫാമിലീസ് ബാങ്കും പോസ്റ്റ് ഓഫീസും ചിട്ടും അതിന് കൂടെയാണ് ഇവര് കാശ് എടുക്കുന്നത്, സേവിങ്സ് ഇടുന്നത്. ദാറ്റ് ഈസ് ബാങ്കിൽ, പോസ്റ്റ് ഓഫീസിൽ, സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സിൽ, ചിട്ടിയിലൊക്കെയാണ് ഈ പറഞ്ഞ മാതിരി കാശ്. പക്ഷെ കേരളത്തിൽ വരുമ്പോൾ ഇത് 35% ഉള്ളൂ. അതിൻ്റെ അർത്ഥം പകുതി, നാഷണൽ ആവറേജിന്റെ പകുതി. സേവിങ്സ് ഇല്ലാണ്ടാണ്. അപ്പൊ അതിൻ്റെ അർത്ഥം 100 രൂപ കിട്ടുകയാണെങ്കിൽ ഈ പറഞ്ഞ മാതിരി 99 രൂപ ചെലവാക്കുകയാണ്, അല്ലെങ്കിൽ 90 രൂപ ചെലവാക്കുക. സേവിങ്സ് ആയിട്ട് വെക്കുന്നില്ല കേരളത്തിൽ. അത് നോക്കുമ്പോഴാണ് ഈ പറഞ്ഞ ഒരു 11 സംസ്ഥാനങ്ങളായിട്ട്, അതിൽ ഉത്തരാഖണ്ഡാണ് 93%. ഉത്തർപ്രദേശ്, നമ്മുടെ മാധ്യമങ്ങൾ, കേരളത്തിലെ മാധ്യമങ്ങൾ എന്തിനും എല്ലാത്തിനും വിളിച്ചു പറയുന്ന ഒരു സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. 84% അവിടുത്തെ സേവിങ്സ് ഉള്ളത്. അതിൻ്റെ അർത്ഥം കാശ് ആൾക്കാർ ബാങ്കില്, ചിറ്റ് ഫണ്ടിലോ പോസ്റ്റ് ഓഫീസിലോ നിക്ഷേപിക്കുന്നുണ്ട്. അതിൽ ഉത്തർപ്രദേശ് 84%. ജാർഖണ്ഡ്, നമ്മളെല്ലാം പറയും ട്രൈബൽ സ്റ്റേറ്റ് ആണ്, അവിടെ ഒന്നുമില്ല. അവിടെ എന്താ ഉണ്ടാവുക? 70% അവിടുത്തെ സേവിങ്സ്. അതിൻ്റെ അർത്ഥം അവിടുത്തെ ആൾക്കാർ അവരുടെ ടോട്ടൽ ഇൻകം എടുത്തു കഴിഞ്ഞാൽ അതിൽ 70%, ജാർഖണ്ഡ് എക്സാമ്പിൾ ആയാലും, അങ്ങനെ 84% യു പിയുടെ എക്സാമ്പിൾ, അവർ കാശ് ബാങ്കിലോ വേറെ ഏതെങ്കിലും ഒരു സേവിങ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ കൊണ്ടുപോയിടുന്നുണ്ട്. ചിറ്റ് ഫണ്ട് ഒരു സേവിങ് ആണ് ടെക്നിക്കലി പറയുകയാണെങ്കിൽ. നമ്മുടെ നാട്ടിൽ ചിറ്റ് ഫണ്ട് ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ അത് അത്രയൊന്നും ഇല്ല. ബിക്കോസ് അത് നിരോധിച്ച് കുറെ കാലമായി. ഇപ്പോൾ അവർ എല്ലാം കേരളം വിട്ടുപോയി. കേരള ഇൻവെസ്റ്റ്മെന്റിലും പുറകെ ഇതേ നബാർഡിന്റെ റിപ്പോർട്ടിൽ പറയുന്നത്. അതിൽ പിന്നെ ഞാൻ പറഞ്ഞ മാതിരി ഈ ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ലാൻഡ് ആവട്ടെ, സ്വർണ്ണ ആവട്ടെ, ഗവൺമെന്റ് ബോണ്ട് ആവട്ടെ, ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ആവട്ടെ, ഷെയർ ആവട്ടെ, ഈവൻ കിസാൻ വികാസ് പത്ര, 20%-ക്കാട്ടിലും കുറവ് ഹൗസ് ഹോൾഡ്സ് കേരളത്തിലോ ഗോവയിലോ ജമ്മു കാശ്മീരിലോ കർണാടകത്തിലോ മേഘാലയത്തിലോ ഇതിലെ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുള്ളൂ. അപ്പൊ ഈ കേരളത്തിൽ ഈ പറഞ്ഞ മാതിരി NRI കാശൊക്കെ പുറത്തുനിന്ന് വരുന്നത്, അത് ഈ കാശ് എവിടെ പോകുന്നത്? നമ്മുടെ അടുത്ത് ഇതുവരെ പറയാറുള്ളത് ആൾക്കാർ സ്ഥലം വാങ്ങുന്നു, ആൾക്കാർ സ്വർണം വാങ്ങുന്നു, അല്ലെങ്കിൽ ആൾക്കാർ ഷെയർ വാങ്ങുന്നു. പക്ഷെ ഇപ്പൊ നോക്കുമ്പോൾ കേരളത്തിൽ അതും ഇല്ല. ഇതാണ് 20%-ക്കാൾ കുറച്ച് ഉള്ള ഹൗസ് ഹോൾഡ്സ് ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാൻ. 80% കേരളത്തിലെ ഹൗസ് ഹോൾഡ്സിന് ഒരു ഇൻവെസ്റ്റ്മെന്റ് ഇല്ല. അവരെവിടെയും കാശ് നിക്ഷേപിച്ചിട്ടില്ല, അതോ കാശില്ല അവരുടെ കയ്യിൽ. ഇതാണ് നമുക്കറിയേണ്ടത്. നബാർഡിന്റെ റിപ്പോർട്ടിൽ പറഞ്ഞ മാതിരി ആ ഡീറ്റെയിലേക്ക് പോയാലും നമുക്ക് അറിയുള്ളൂ. ഇപ്പൊ കേരളത്തിലെ ഹൗസ് ഹോൾഡ് ഡെറ്റാണ് ഏറ്റവും കൂടുതൽ. ഇന്ത്യയിൽ വെച്ച് നോക്കുകയാണെങ്കിൽ 1 ലക്ഷത്തി ഓൾമോസ്റ്റ് 2 ലക്ഷം ഉറുപ്പിയാണ് കേരളത്തിലെ ഹൗസ് ഹോൾഡ് ഡെറ്റ്. അത് ആലോചിച്ച് എന്ത് ഷോക്കിംഗ് ആയിട്ട് ഫിഗർ അറിയാം. ബിക്കോസ് ഇതിലൊരു നാഷണൽ ആവറേജിനെക്കാട്ടിലും കൂടുതലാണ്. നാഗാലാൻഡ്, മിസോറാം, ഗോവ, അവിടെയൊക്കെ ഈ പറഞ്ഞ അധികം ചെറിയ സംസ്ഥാനങ്ങളാണ്. അവർക്കൊന്നും അധികം
വരുമാനമില്ല. അപ്പോൾ നാച്ചുറലായിട്ട് അവരുടെ ഇൻകം ലെവലും കുറവായിരിക്കും. പക്ഷെ കേരളത്തിലെ ഫിഗർ കാണുമ്പോഴാണ് നമുക്ക് വളരെ ഷോക്കിംഗ് ആയിട്ട് തോന്നുന്നത്. അതിൽ ജാർഖണ്ഡ്, ഞാൻ വളരെ സർപ്രൈസിങ്, ജാർഖണ്ഡിന്റെ ലോവസ്റ്റ് ആണ് ആവറേജ് ഹൗസ് ഹോൾഡ് ഡെറ്റ് 20,000 റുപ്യ നിങ്ങളുടെ ഉള്ളൂ ആകെ. ദറ്റ് ഈസ് എ വെരി ഗുഡ് ഫിഗർ, വളരെ നല്ല ഫിഗറാണ്. അപ്പൊ സർ, നമുക്കറിയാം നമ്മൾ ഈ ബഹുനില മാളികകൾ പണിയുന്നതിലും പിന്നെ സ്വർണം വാങ്ങിക്കുന്നതിൽ നമ്മുടെ ഭ്രമം കുറച്ച് കൂടുതലാണ് അല്ലെ സ്വർണത്തിനോടുള്ള. പക്ഷെ നമ്മളെല്ലാം സമ്പാദ്യം ഈ വീടുകളായി കുഴിച്ചിടുകയല്ലേ, സ്വർണത്തിൽ നിക്ഷേപിക്കുക, അല്ലെങ്കിൽ വാഹനങ്ങൾ വാങ്ങുകയും. ഇപ്പോ ഉത്തർപ്രദേശ് UP നിന്ന് വന്നൊരു സുഹൃത്ത് ഞങ്ങൾക്കുണ്ടായിരുന്നു. ഇപ്പൊ ടെക്നോ പാർക്കിലാണ് ജോലി ചെയ്യുന്നത്. അപ്പം അദ്ദേഹം പറയുന്നത് ഇവിടെ ഒരു വീട്ടിലുള്ള വണ്ടികളുടെ എണ്ണം കാണുമ്പോൾ അവർക്കൊക്കെ അത്ഭുതമാണ് എന്നുള്ളതാണ്. ഒരു 10 വർഷത്തിൽ താഴെ പഴക്കം, മുകൾ പഴക്കമുള്ള വണ്ടികൾക്ക് നിരത്തിൽ കാണാൻ. പക്ഷെ അതെല്ലാം കടമെടുത്താണ് ഇതെല്ലാം വാങ്ങുന്നത് എന്നുള്ളത് കൂടി ആശങ്കപ്പെടുത്തുന്നതാണ് അല്ലെ. എന്ന് വെച്ചാൽ നമ്മൾ ഈ വീടിന്റെ വലിപ്പമോ അല്ലെങ്കിൽ കയ്യിലുള്ള വാഹനങ്ങളുടെ വലിപ്പമോ നോക്കി ഒരാളുടെ സാമ്പത്തിക സ്ഥിതി അറിയാൻ സാധിക്കില്ല, അയാൾ ബാധ്യതയിൽ ആണോ എന്നറിയാൻ സാധിക്കില്ല എന്നുള്ളതാണ്. ലക്ഷ്മി, ഞാനൊരു കാര്യം പറ്റേ, ഇവിടെ ഞാൻ ഇപ്പൊ ഹൈദരാബാദിൽ ചെറുപ്പം തൊട്ടാണ് അവിടെ തന്നെയാണ്. എൻ്റെ വീട് കരുവന്നൂരാണെങ്കിലും ഞാൻ ജനിച്ചത് അവിടെയാണ്, പക്ഷെ പഠിച്ചതെല്ലാം ഹൈദരാബാദാണ്. ഹൈദരാബാദിൽ 5 ലക്ഷം മലയാളികളുണ്ട്. 5 ലക്ഷം. അവിടുത്തെ പോപ്പുലേഷൻ ഒരു 1.25 കോടിയാണ് ഹൈദരാബാദ് സിറ്റിയുടെ. ഹൈദരാബാദ് സിക്കന്ദരാബാദ് എന്ന് പറയും, 2 ട്വിൻ സിറ്റി. എന്തിനാണ് കേരളത്തിൽ നിന്ന് യങ്സ്റ്റേഴ്സ് പുറത്ത്? നമ്മൾ കണ്ടു അവിടെ കേരളത്തിൽ നിന്ന് കുറെ യങ്സ്റ്റേഴ്സ് പുറത്തു പോയി പഠിക്കാൻ പോകുന്നു, യൂറോപ്പിലേക്ക് പോകുന്നു, US പോകുന്നു, കാനഡയിലേക്ക് പോകുന്നു, ഓസ്ട്രേലിയക്ക് പോകുന്നു. അത് ഞങ്ങൾ തടയുമെന്ന് പറഞ്ഞാൽ അവിടുത്തെ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നു. എനിക്കറിയില്ല ഇങ്ങനെ തടയാൻ പോണേ. എന്താണ് ഈ യങ്സ്റ്റേഴ്സ് കേരളം വിട്ട് ബാക്കി സംസ്ഥാനങ്ങളിൽ പോയി പഠിക്കുന്നത്? എന്താണ് അതിന്റെ കാരണം? നമ്മുടെ അവിടുത്തെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷന്റെ സ്റ്റാൻഡേർഡ് എന്താണ്? പിന്നെ ജോലി, ഞാൻ പറഞ്ഞ ഹൈദരാബാദിലെ ഹൈടെക് സിറ്റി ഏരിയയിൽ മാത്രം 3.5 ലക്ഷം പ്രൊഫഷണൽസ് വർക്ക് ചെയ്യുന്നത് ഒരൊറ്റ ഏരിയയുടെ ഉള്ളിൽ. ഇപ്പൊ ബാംഗ്ലൂരിലെ ഒരു ഇലക്ട്രോണിക് സിറ്റി എന്ന് പറഞ്ഞ മാതിരിയാണിത് ഹൈദരാബാദിലെ ഹൈടെക് സിറ്റി. ആലോചിക്കുക, ഒരു 1.5 ലക്ഷം പേര് തൊട്ട് തുടങ്ങിയതാണ് ഒരു കാലത്ത്. ഇപ്പൊ അത് 3.5 തൊട്ട് 4 ലക്ഷം പേരാണ്. ഹൈദരാബാദ് മെട്രോയില് ഒരു ദിവസം ട്രാവൽ ചെയ്യുന്ന ആൾക്കാരുടെ കൗണ്ട് 5.5 ലക്ഷമാണ് ഒരു ദിവസം മെട്രോയിൽ ട്രാവൽ ചെയ്യുന്നത്. അപ്പൊ ഈ ഗ്രോത്ത് എന്താണ് തിരുവനന്തപുരത്ത് ഇല്ലാത്തത്? ഈ ഗ്രോത്ത് എന്താണ് കൊച്ചിയിൽ ഇല്ലാത്തത്? എനിക്കിപ്പോഴും കണ്ട് ചിരിക്കുന്ന ഞാനൊരു സിനിമയുണ്ട്, നമ്മുടെ ചിരിച്ചിട്ട് കാര്യമില്ല, പക്ഷെ മോഹൻലാലിന്റെ മിഥുനം, ഒരു ബിസ്ക്കറ്റ് ഫാക്ടറി തുടങ്ങുന്നതിന്റെ, ബിസ്ക്കറ്റ്സ്, അതിന്റെ ഒരു ഫ്രസ്ട്രേഷൻ. അപ്പൊ അടുത്ത് തന്നെ എൻ്റെ ഒരു സുഹൃത്ത് പറയുണ്ടായിരുന്നു, കേരളത്തില് അവിടെ ട്രിവാൻഡ്രം എയർപോർട്ടിൽ തന്നെ ഒരു എയർലൈൻ കമ്പനിക്ക് അവര് ഒരു കുറച്ച് മെഷീനറി സപ്ലൈ ചെയ്തായിരുന്നു. അതിനെ ഇറക്കാൻ വേണ്ടിയിട്ട് മോൾക്ക് അവിടുത്തെ ലോക്കൽ യൂണിയൻ നേതാവിന് കൈക്കൂലി കൊടുക്കേണ്ട വന്നു. ആലോചിച്ചു, ഇറക്കാൻ വേണ്ടിയിട്ട്. ഇതാണ് അവിടുത്തെ ഒരു സ്ഥിതി. ഇങ്ങനെ വരുമ്പോ ആ എയർലൈൻ കമ്പനിക്കാരെന്നെ പറയുന്നത്, ഞങ്ങൾ ഇനി കേരളത്തേക്ക് വരില്ല, ഇവിടെ വന്നത് വലിയൊരു തെറ്റാ ഞങ്ങൾ ചെയ്തത്. ഇതാണ് പറയുന്നത്. കൊച്ചോസഫ് ചിറ്റലപ്പള്ളി ആയാലും സാബു ജേക്കബ് ആയാലും ഇവരൊക്കെ ആ സംസ്ഥാനം വിട്ട് കേരളം വിട്ട് പുറത്തു പോകാനുള്ള കാരണം എന്താണ്? നമ്മളൊരു കൺസ്യൂമർ സ്റ്റേറ്റ് ആണ് കേരളം. ബിക്കോസ് നമ്മൾ പ്രൊഡക്ഷൻ ഇല്ല നമ്മുടെ കയ്യിൽ. നമ്മൾ വാങ്ങിക്കൽ മാത്രമേ. ഈ പറഞ്ഞ മാതിരി കാറുകള്, TV സെറ്റ്, നമുക്ക് ഇതൊക്കെയാണ്. അല്ലാണ്ട് ഒരു ഇൻഡസ്ട്രിയൽ അസറ്റ് എന്ന് പറയാൻ കേരളത്തിൽ വലിയൊരു കാർ കമ്പനിയോ വലിയൊരു പബ്ലിക് സെക്ടർ കമ്പനിയോ എന്തെങ്കിലും ഉണ്ടോ? ഒരു HAL ഉണ്ടോ? ഒരു BHEL ഉണ്ടോ? എന്തെങ്കിലും ഒരു വലിയ കമ്പനി? അതുപോട്ടെ, അത് പബ്ലിക് സെക്ടർ എന്ന് വയ്ക്കാം. പണ്ടൊരു ITI കണ്ടുണ്ടായിരുന്നു കഞ്ചിക്കോട്, അതിപ്പോ ഉണ്ടോ ഇല്ലെന്ന് എനിക്ക് അറിഞ്ഞുകൂടാതെ. പക്ഷെ ഈ പറഞ്ഞ മാതിരി അത് കഴിഞ്ഞ് ഇൻവെസ്റ്റ്മെന്റ് ഇൻഡസ്ട്രിയിൽ ഇറക്കാൻ വരുന്ന നമ്മൾ കുറെ കഥകൾ കേട്ടിട്ടുള്ളതാണ് ലക്ഷ്മി. ഒരാൾ കൺവെൻഷൻ സെന്റർ തുടങ്ങി, അദ്ദേഹത്തിന് ഹയറാസ് ചെയ്ത് അവസാനം അദ്ദേഹം ആത്മഹത്യ ചെയ്തു. അതേമാതിരി ഒരു മെയിൻ്റനൻസ് വർക്ക്ഷോപ്പ് തുടങ്ങാൻ പോണ ആളും ഇതേമാതിരി അവസാനം കൊടി കുത്തിയപ്പോഴും ആത്മഹത്യ ചെയ്തു. ഇൻവെസ്റ്റ്മെന്റ് വരാൻ കാരണം നമ്മൾ കാശ് ഉണ്ടാക്കി ഡെറ്റ് ഉണ്ടാക്കുകയാണ്. എന്നാൽ ഈ പറഞ്ഞ പലിശക്കെടുത്ത്, അതാണ് നമ്മൾ കാണുന്നത് കേരളത്തിലെ ഓരോ സൂയിസൈഡുകൾ കാണുമ്പോൾ, കേരളത്തിൽ ഈ ഫാമിലി സൂയിസൈഡ് ശരിക്കും വിഷമം തോന്നും. ബിക്കോസ് കേരളത്തിൽ ഏറ്റവും വലിയ പ്രോബ്ലം ഈഗോ ആണ്. ബിക്കോസ് നമ്മളൊരു സൂയിസൈഡ് ചെയ്യുന്നതിന് മുമ്പ് ആലോചിക്കുന്നില്ല എന്തിനാണ് കാശ് പലിശക്കെടുത്തത് എന്നാണ്. അത് വളരെ, നമ്മൾ പണ്ട് ബ്ലേഡ് കമ്പനി എന്ന് കേട്ടിട്ടുള്ള കോൺസെപ്റ്റ് കേരളത്തിലാണ് തുടങ്ങിയത്. ഇത് ബാക്കി സംസ്ഥാനങ്ങളിൽ നമ്മൾ ബ്ലേഡ് കമ്പനി എന്ന് കേട്ടിട്ടില്ല, പക്ഷെ കേരളത്തിലാണ് കേൾക്കാൻ കാരണം. എന്തിനാണ്? ബിക്കോസ് ഈ പ്രൊപ്പൻസിറ്റി എന്ന് പറയും ഇംഗ്ലീഷിൽ, ഒരു ലോൺ എടുക്കാനുള്ള ഒരു പ്രൊപ്പൻസിറ്റി, അത് ഒരു ഫാൾസ് ഇത് കാണിക്കാനാണോ? വലിയ വീട് പണിതിട്ട് അവസാനം ഈ പറഞ്ഞ മാതിരി അതിൽ ട്യൂബ് ലൈറ്റ് ഇടാനുള്ള കാശ് നമുക്ക് ഉണ്ടാവില്ല കയ്യിൽ. കേരളം ഒരു ഓൾഡ് ഏജ് ഹോം ആയിട്ട് മാറുകയാണ് ഇപ്പോൾ. അവിടെയുള്ള യങ്സ്റ്റേഴ്സ് ഒക്കെ പുറത്തു പോയി. ഇതാണ് നമ്മൾ അറിയേണ്ടത്. നബാർഡിന്റെ റിപ്പോർട്ടിന്റെ ആവശ്യമില്ല ആക്ച്വലി, ഞാൻ പറയുകയാണെങ്കിൽ. അതിനു മുമ്പ് നമ്മൾ പറഞ്ഞുതരാം. പിന്നെ കേരളത്തിലെ കാർഷിക വരുമാനം കൂടി എന്ന് പറയാൻ കാരണം, കാർഷികം എന്ന് പറയുമ്പോൾ
ട്രഡീഷണൽ അഗ്രികൾച്ചർ മാത്രമല്ല, ഇപ്പൊ ഫിഷ് കൾച്ചറും ഉണ്ട്, അതിൽ ബാക്കി കുറെ ഫ്രൂട്ട്സ് ഗ്രോ ചെയ്യുന്നുണ്ട്, അതൊക്കെ ഉണ്ട്. അതിൽ കേരളം നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. അതിൽ കേരള ഗവൺമെന്റ് അധികം റോളൊന്നും ഇല്ല കേട്ടോ ലക്ഷ്മി. ഈ പറഞ്ഞ ബാക്കിയുള്ള ഈ പ്രൈവറ്റ് ആന്ത്രപ്രണേഴ്സ് ആണ് ചെയ്യുന്നത്. നമ്മൾ ചോദിക്കേണ്ടത് ഈ ഒരു സാബു ജേക്കബ് അവിടുന്ന് സംസ്ഥാനം വിട്ട് തെലങ്കാനയിലേക്ക് വരാൻ കാരണം എന്തായിരുന്നു? കൊച്ചോസഫ് ചിറ്റലപ്പള്ളിക്ക് എന്താണ് കേരളത്തിൽ ഒറ്റ കമ്പനി വെക്കാത്തത്? എന്താണ് ലുലു ഗ്രൂപ്പ് ലക്നൌവിൽ പോയിട്ട് അവരൊരു കമ്പനി തുടങ്ങിയത് അവിടെ, അല്ലെങ്കിൽ മോള് അവർ തുടങ്ങി, പക്ഷെ കമ്പനി സെറ്റപ്പ് ചെയ്തവരോ? അതെന്താണ് കേരളത്തിൽ തുടങ്ങാണ്ടിരുന്നത്? ഞാൻ പറഞ്ഞു ശരിക്കും ഇതൊരു വിഷമം തന്നെ. നമുക്ക് ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സിന് ഒരു ഓപ്ഷൻ ഇല്ല ലക്ഷ്മി ജോലിക്ക് അവിടെ. അവർക്ക് പുറത്തു പോകണം, അവർക്ക് പുറത്തു പോയി ജോലി എടുക്കണം ഒരു കമ്പൽഷൻ ആയിപ്പോയി. അതാണ് അവിടെ ഞാൻ പറയണേ, എപ്പോഴും പറയും, ഞാൻ അവിടുത്തെ ഓരോ മീറ്റിങ്ങിന് മുമ്പ് പറയും, കേരളത്തിലെ ഏറ്റവും നല്ല ജോബ് പ്രോസ്പെക്ട്സ് ഉള്ളത് പൊളിറ്റിക്സ് ആണ്. ചെറുപ്പത്തിൽ തന്നെ SFIയോ KSUലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കയറി കഴിഞ്ഞാൽ അവനൊരു നേതാവായി മാറും. അതാണ് കാലത്ത് ഇട്ട് കഴിഞ്ഞാൽ എനിക്കിപ്പോൾ ഓർമ്മയുണ്ട് സന്ദേശം സിനിമ കാണുമ്പോൾ ശ്രീനിവാസന്റെയും ജയറാമിന്റെയും ആ ഒരു കാലത്ത് തേച്ച് ഷർട്ടൊക്കെ തേച്ച് നല്ല സ്റ്റൈലിൽ ഇട്ടിട്ട് ഒന്നും ജോലിയൊന്നുമില്ല, വെറുതെ നടക്കുക. നാളെ ഒരു നേതാവായി കഴിഞ്ഞാൽ ഈ പറഞ്ഞ മാതിരി കൈ കാശൊക്കെ ഉണ്ടാക്കി വലിയ ആളാവാന്ന്. പക്ഷെ ഈ നബാർഡിന്റെ റിപ്പോർട്ടിന് അത്ര ഈസി ആയിട്ട് എടുക്കാണ്ട് കേരളത്തിലെ സർക്കാരിനെ നമുക്കറിയാം, ഇതുവരെ കാർഷിക വരുമാനത്തിൽ തന്നെ കേരളം പിന്നിലാണെന്നാണ് എൻ്റെ ഒരു ഇത് കാഴ്ചപ്പാട്. ബിക്കോസ് വേറെ ഒന്നല്ല, ഇവർ വാങ്ങിച്ചെടുത്ത നെല്ലിന്റെ കാശ് മുതൽക്ക് കേരള ഗവൺമെന്റ് കുറെ കേസിൽ കൊടുക്കാൻ പറ്റിയിട്ടില്ല. ആന്ധ്രയിൽ നിന്നും തെലങ്കാനയിൽ നിന്നുമാണ് ഇവർ അരി വാങ്ങുന്നത്. എന്തിനാണ് പച്ചക്കറി വാങ്ങുന്നത്? തമിഴ്നാട് നിന്നാണ്, കർണാടകത്തിൽ നിന്നാണ്. നമുക്കെന്താ ഉത്പാദിപ്പിക്കും അവിടെ നിന്ന് കേരളത്തിൽ ചെയ്തുകൂടെ? പക്ഷെ എന്താ നമ്മുടെ എക്കോണമി ബംഗാളികളും ഉത്തർപ്രദേശുകാരും അസ്സാംകാരാണ് നടത്തുന്നത്. കേരളത്തിലെ ആൾക്കാർ കേരളത്തിൽ ജോലി എടുക്കില്ല. അതാണ് അതിന്റെ ഒരു കഷ്ടം. അതെ, അതിപ്പോ ഒരു ചായക്കട നോക്കിപ്പോയാൽ പോലും ഒന്നുകിൽ തമിഴ്നാട്ടിൽ നിന്ന് വന്നവർ നടത്തുന്നത്. അതുപോലെ തന്നെ സാർ പറഞ്ഞ പോലെയാണ്, എങ്ങോട്ടേക്ക് നോക്കിയാലും ബംഗാളികളെയും നമ്മുടെ ഇതര സംസ്ഥാനക്കാരെയുമാണ് ഇവിടെ അധ്വാനിക്കുന്നവരായി കാണാൻ സാധിക്കുന്നത്. അതായത് ഗൾഫ് പണത്തിന്റെ വരവ് ഏതാണ്ട് നിലച്ച അവസ്ഥയിലാണ്. സാർ പറഞ്ഞ വൃദ്ധസദനങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ചെറുപ്പക്കാരിലെ US-ലേക്കും യൂറോപ്പിലേക്കും ഒക്കെ മാറിപ്പോവുകയാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് പണമൊന്നും വരാനില്ല, കാരണം അവിടെ കിട്ടുന്നത് അവിടെ തന്നെ ആണ് അവർ ചെലവാക്കുന്നതും ടാക്സ് ആയിട്ട് മാറ്റുന്നതും ഒക്കെ. അപ്പോൾ നമ്മൾ ഇനിയും മാറി ചിന്തിക്കേണ്ടിയിരിക്കുന്നു, ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. അതിൽ വലിയൊരു വിപത്താണ് നമ്മളെ കാത്തിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. താങ്ക് യു സർ. നമസ്കാരം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.